ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലേക്ക് പോകുന്നു. ജിദ്ദയിലേക്ക് ഉൾപ്പെടെ 40 വർഷത്തിന് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വലിയ സ്വീകരണമായിരിക്കില്ലേ ലഭിക്കുക? വലിയ സ്വീകരണം ലഭിച്ചത് ഇപ്പോൾ തന്നെ ലോക വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ്. കാരണം സാധാരണ എല്ലാ പ്രധാനമന്ത്രിമാരും വന്നിറങ്ങുമ്പോൾ അവർക്ക് ആ രാജ്യത്തെ തത്തുല്യ പദവി വഹിക്കുന്ന ആൾ നേരിട്ട് വിമാനത്താവളത്തിൽ ചെന്ന് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കും. പക്ഷേ മോദി താഴെ ഇറങ്ങും മുമ്പേ സൗദി അറേബ്യ സ്വീകരിച്ചു. താഴെ ഇറങ്ങും മുമ്പ്. അതാണിപ്പോൾ വാർത്ത. ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും ഞാനിപ്പോൾ നോക്കുമ്പോൾ ആക്സിയോസ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ പ്രശസ്തമായ ഒരു ഓൺലൈൻ പോർട്ടലാണ്. അതിലുൾപ്പെടെ മോദിയുടെ സ്വീകരണത്തെക്കുറിച്ച് വാർത്തയാവുന്നത്. വിദേശപത്രം ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, ലോകത്തിലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത മോദിയെ സൗദി അറേബ്യ സ്വീകരിച്ചത് എങ്ങനെയാണ്. ഇത് കാണുമ്പോൾ ഇവിടുത്തെ സുഡാപ്പി കുഞ്ഞുങ്ങൾ എങ്ങനെ സഹിക്കുമെന്ന് അറിയത്തില്ല. സൗദിയോട് ഇപ്പോൾ അവർക്ക് ദേഷ്യമാണ്. മുഹമ്മദ് ബിൻ സൽമാൻ അല്ല മുസ്ലിം, ഇസ്ലാമിൻ്റെ അവസാനത്തെ വാചകം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും മോദി അവിടെ എത്തുന്നതിന് മുമ്പ് സംഭവിച്ചത് ഇന്ത്യയുടെ എയർ ഇന്ത്യ 1 എന്ന് പറയുന്ന എയർഫോഴ്സ് 1 പോലെ നമുക്ക് പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒരു ഔദ്യോഗിക വിമാനമുണ്ടല്ലോ. ആ വിമാനം സൗദിയുടെ ആകാശത്ത് കയറിയപ്പോൾ തന്നെ സൗദി എയർഫോഴ്സിൻ്റെ F-15 വിമാനങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ സ്വീകരിക്കാൻ ആകാശത്തേക്ക് പറന്നു വന്നു. അങ്ങനെ പറന്നു വന്ന് 2 വശങ്ങളിലുമായി F-15 വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് സൗദിയുടെ ആകാശത്ത് നിന്ന് വിമാനത്താവളത്തിൽ മോദിയുടെ വിമാനം ഇറങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പ്രധാനമന്ത്രി താഴത്തെത്തി സ്വീകരിക്കാൻ മുഹമ്മദ് ബിൻ സൽമാൻ വരും. അങ്ങനെയല്ല. സൗദി അറേബ്യയുടെ ആകാശത്ത് കയറിയപ്പോഴേ സ്വീകരിക്കാൻ ആകാശത്താൾ വന്ന് അങ്ങനെ കൂട്ടി ഇറക്കി ഒപ്പം പറന്ന് താഴെ ഇറക്കി. ഇത് സാധാരണ ഒരു നേതാക്കന്മാർക്കും അങ്ങനെ കിട്ടാറില്ലാത്ത ഒരു സ്വീകരണമാണ്. അപ്പോൾ ചുവപ്പ് പരവതാനി വിരിച്ചുള്ള സ്വീകരണം ഉണ്ട്. അതിനു മുമ്പ് ആകാശത്ത് ഒരു പരവതാനിയല്ല, ഒരു സ്വാഗത സംഘത്തെ റെഡിയാക്കി സൗദി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കിയത്. അത് മുമ്പ് ഇസ്രയേലിൽ മോദിയുടെ കഴിഞ്ഞ ടൈമിൽ ഇസ്രയേൽ സന്ദർശിച്ച സമയത്ത് ഇസ്രയേൽ ഇതുപോലൊരു സ്വീകരണം, ആകാശത്തേക്ക് വിമാനങ്ങൾ പറന്നു വന്ന് മോദിയെ സ്വീകരിച്ചു. അതാണ് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സ്വീകരണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇസ്രായേൽ എങ്ങനെ സ്വീകരിച്ചോ അതുപോലെ സൗദി അറേബ്യയും സ്വീകരിക്കുന്നു. അപ്പോൾ അത്രയും പ്രിയപ്പെട്ട അത്രയും അപ്പം ഇസ്രായേലിന് നമ്മളോട് പ്രിയം തോന്നാനുള്ള ഒരുപാട് കാര്യമുണ്ട്. ഇസ്രായേലിൻ്റെ ആപത്ഘട്ടത്തിൽ അമേരിക്ക ആയുധങ്ങൾ കൊടുക്കാതിരുന്ന സമയത്ത് നമ്മൾ സഹായിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ ആപത്ഘട്ടത്തിൽ അവർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരസ്പരം സൈനികമായും ഒക്കെ സഹായിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സൗദി അറേബ്യ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു ഫോറമുണ്ട്. ഈ ഫോറത്തിൻ്റെ ഭാഗമായിട്ട് ഫോറത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില ചർച്ചകളും ചില കരാറുകളിലും എത്താനായിട്ടാണ് മോദി ഇപ്പോൾ സൗദിയിലെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 6ഓളം കരാറുകളിൽ ഇത്തവണ ജിദ്ദ സന്ദർശിക്കുന്ന ഭാഗമായി മുഹമ്മദ് ബിൻ സൽമാനുമായി ഇന്ത്യ ഒപ്പുവെക്കുമെന്നാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് ഒന്ന് ഡിഫൻസ്, എനർജി, ട്രേഡ്, 3 വിഷയങ്ങളാണ് പ്രധാനമായും മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് NBSഉം നരേന്ദ്രമോദിയും കൂടി ചർച്ച ചെയ്തത്. അപ്പോൾ ഒന്ന് ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, സൗദി അറേബ്യക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗദിയുമായിട്ട് നമുക്ക് എന്ത് കരാർ ഒപ്പിടാനാണ്? സൗദി ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളൊന്നും ഇന്ത്യക്ക് കിട്ടണ്ട. സൗദി അങ്ങനെ ആയുധ നിർമ്മാണം അല്ലെങ്കിൽ ഓർഡിനൻസ് ഉണ്ടാക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. അപ്പോൾ പ്രതിരോധത്തിൽ എങ്ങനെയാണ് നമ്മൾ സഹകരിക്കാൻ പോകുന്നത്? അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ സൗദിക്ക് കൊടുക്കാം എന്നുള്ള കരാർ അറിയിക്കാം, സ്വാഭാവികമാണ്. അപ്പോൾ അതല്ലാതെ പ്രതിരോധത്തിൽ സഹകരണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളുടെ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സൗദിയിൽ നിന്ന് നമുക്ക് കാര്യമായി ഒന്നും കിട്ടാനില്ല. എന്നാൽ സൗദിക്ക് നമ്മളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത, സൗദി ഇപ്പോൾ വലിയ തോതിൽ ആയുധ സംഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, സൈനികവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ യമനിലൊക്കെ ആണെങ്കിൽ സൗദി കയറി അതിഭയങ്കരമായ ആക്രമണം നടത്തി ലക്ഷക്കണക്കിന് ഭീകരന്മാരെ ഹൂത്തികളടക്കമുള്ളവരെ സൗദി കൊന്നിട്ടുണ്ട്. കാരണം സൗദിക്ക് നേരെ നിരന്തരം മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഹൂത്തി ഭീകരന്മാർ. അതുകൊണ്ട് സൗദി വലിയ തോതിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ ആയുധങ്ങളാണ്. ഇപ്പോൾ സൗദിക്ക് ആയുധം വേണം, അത് ഇന്ത്യയുമായി ആയുധ രംഗത്തൊരു കരാർ ഉണ്ടാകുന്നു. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നു, ഇന്ത്യ സൗദിക്കും ആയുധം കൊടുക്കാൻ പോവാം. അപ്പോൾ ഇത് വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ സൗഹൃദമുള്ള രാജ്യങ്ങളുമായി നേരത്തെയൊക്കെ ഒരു തിണ്ടാപ്പടകലം സൂക്ഷിച്ചിരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യ ഇസ്രായേലിൻ്റെ ഒരു പാർട്ട്ണറായ, ഇസ്രായേലിന് ആയുധം കൊടുത്തും സഹായിക്കുന്ന ഒരു രാജ്യമായ ഇന്ത്യയുമായി നല്ല ബന്ധം ഉണ്ടാക്കാനും ഇന്ത്യയുമായും ആയുധ ഇടപാട് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല സൗദി ഇപ്പോൾ പറയുന്നു റാഡിക്കൽ
തീവ്ര ആശയങ്ങളുടെ കാലം കഴിഞ്ഞു. MBS പറഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതായത് എൻ്റെ വിഷയം പാലസ്തീനൊന്നുമല്ല, എൻ്റെ വിഷയം എൻ്റെ രാജ്യങ്ങളുടെ പുരോഗതി, എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിയാണ്. റാഡിക്കലായുള്ള ആശയങ്ങളെല്ലാം കൈവിട്ട് റാപ്പിഡായിട്ടുള്ള അതിവേഗത്തിലുള്ള മാറ്റം വേണം എന്ന് സൗദി കിരീടാവകാശിയായി MBS കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. നമ്മൾ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന പോലെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെതായി ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാനുള്ള ഒരു പ്രോഡക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ ചില ആൾക്ക് മിലാഫ് കോള ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ മെയ്ഡ് ഇൻ സൗദി എന്ന് പറഞ്ഞ് കാണിക്കാനുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡിവൈസ് അങ്ങനെയൊന്നുമില്ല. കാരണം സൗദിയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ നിർമ്മാണത്തിൽ സഹകരിച്ചിരിക്കുന്നതും സാങ്കേതിക വിദ്യയൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ പോയിട്ടുള്ള ഇന്ത്യക്കാരുടെ ചോരയും വിയർപ്പും കണ്ണീരും ഒക്കെ ചേർന്നാണ് സൗദിയും ഗൾഫ് രാജ്യങ്ങളൊക്കെ പടുത്തുയർത്തിയിരിക്കുന്നത്. സൗജന്യമായിട്ടൊന്നുമില്ല, നമുക്ക് കൂലി തന്നിട്ടാണ്, നമുക്ക് പണം നന്നായി കഷ്ടപ്പെട്ടിട്ടാണ്. ആ കഷ്ടപ്പെട്ടതിന് ശമ്പളം കിട്ടിയിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഔദാര്യമൊന്നുമില്ല. സൗദിയുടെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ മേടിച്ച് നക്കിയിട്ട് കുറയ്ക്കുന്നു എന്ന് ചോദിക്കുന്നവന്മാർ അറിയേണ്ടത് അവിടെ പോയി ചുമ്മാ പണി എടുത്ത് മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഗുണമുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന നന്നായി. പ്രത്യേകിച്ച് കേരളമൊക്കെ 70കൾക്ക് ശേഷം കേരളം വലിയ തോതിൽ പുരോഗമിച്ചതിൻ്റെ ഒരു കാരണം വിദേശത്ത് പോയി ആളുകൾ കഷ്ടപ്പെട്ട് പണി ചെയ്ത് ഇങ്ങോട്ടയക്കുന്ന വിദേശ നാണ്യം കൊണ്ട് തന്നെയാണ്. പക്ഷേ അവിടെയും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്കാരും വിശിഷ്യ കേരളീയരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ഡിഫൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആയുധങ്ങൾ, നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ഒരുപക്ഷെ സൗദിക്ക് കൈമാറുന്ന ചില കരാറുകൾ ഉണ്ടാവാം. രണ്ടാമത് എനർജി. ഇപ്പം നമ്മളിപ്പോൾ എനർജിയുടെ കാര്യത്തിൽ നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ വരെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞു. അതെ. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നോക്കുന്നുണ്ട്. പക്ഷേ സൗദി പോലെയുള്ള രാജ്യങ്ങൾ ഓട്ടോ പൈലറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈന നിർമ്മിക്കുന്ന പോലെ പൈലറ്റ് ഇല്ലാത്ത ബസ്സുകൾ, കാറുകളൊക്കെ സൗദി പരീക്ഷിക്കുകയാണ്. പക്ഷേ എനർജി മേഖലയിൽ നമ്മളും ഒരുപാട് സോളാർ എനർജിയുടെ കാര്യത്തിൽ, ഹൈഡ്രജൻ ഇന്ധനമാക്കുന്ന വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പരസ്പരം സൗദിയുടെ ടെക്നോളജിയും ഇന്ത്യൻ ടെക്നോളജിയും തമ്മിൽ ഉള്ള കൊളാബറേഷൻസ് ഉണ്ടാവാം. മൂന്നാമത്തെ കാര്യം ട്രേഡാണ്. ട്രേഡിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഈ 2023-24 രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയ വ്യാപാരം എന്ന് പറയുന്നത് $42.98 ബില്യൺ കച്ചവടം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യ ഏതാണ്ട് $11.56 ബില്യൺ എക്സ്പോർട്ട് കയറ്റുമതി നടത്തിയിട്ടുണ്ട് സൗദിയിലേക്ക് നമ്മുടെ. പക്ഷേ ഇറക്കുമതി എന്ന് പറയുന്നത് $31.42 ബില്യൺ നമ്മൾ സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സൗദിയിൽ നിന്ന് എന്തായിരിക്കും നമ്മൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്? നമ്മൾ എണ്ണയാണ്, ക്രൂഡാണ് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. കാരണം സൗദിയിൽ നിന്ന് മറ്റ് നമുക്ക് ആവശ്യം പിന്നെ ഉള്ള ഈന്തപ്പഴം പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സോ അതല്ലാതെ മെയ്ഡ് ഇൻ സൗദി എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ കൺസ്യൂമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ രംഗത്തോ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ഒന്നും സൗദിയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ എണ്ണ എന്ന് പറയുന്ന സാധനം നമുക്ക് അനിവാര്യമാണ്. അതുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് നീങ്ങുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഇറക്കുമതിയിൽ ആകെയുള്ള 42.98 ഇറക്കുമതിയിൽ 31.42 സൗദിയിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. അതിൽ മഹാഭൂരിപക്ഷവും ക്രൂഡിൻ്റെ ഇറക്കുമതിയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് നമ്മൾ നേരിട്ട് എണ്ണ വാങ്ങാൻ തുടങ്ങി അമേരിക്കയുടെ ഉപരോധം വന്നതിന് ശേഷം. അത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തിട്ട് നമ്മൾ അയക്കുമായിരുന്നു. പിന്നീട് റഷ്യയിൽ നിന്ന് കപ്പലിൽ വാങ്ങി ആ കപ്പലിൽ നിന്ന് തന്നെ മറച്ചു വയ്ക്കുന്ന പരിപാടി തുടങ്ങി. അസംസ്കൃത എണ്ണ തന്നെ റോ ആയിട്ട് തന്നെ ക്രൂഡായിട്ട് തന്നെ നമ്മൾ കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്യുന്ന പരിപാടി ചെയ്യുന്നതിന് മുമ്പും അവിടുന്ന് മേടിച്ച് ഇപ്പുറത്തോട്ട് കൊടുത്തു. കാരണം അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നതിനല്ലേ അമേരിക്കയുടെ വിലക്കെന്ന് പറയുന്നത് റഷ്യയുടെ നിന്ന് മേടിക്കുന്നുള്ളൂ, ഇന്ത്യയിൽ നിന്ന് മേടിക്കാമല്ലോ. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് അടിച്ച് നമ്മുടെ കപ്പലെ കയറ്റിയിട്ട് നമ്മൾ അവർക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് വലിയ അപ്പോൾ സൗദിയേക്കാളും വലിയ കയറ്റുമതി നമ്മൾ നടത്തി. അത് സൗദിയെ ഒന്ന് വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കച്ചവടം കുറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഏതായാലും അപ്പോൾ തീരുമാനം ഉണ്ടാകുന്ന നമ്മളത് ചെയ്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഡോളറിന് പകരം ഇന്ത്യൻ കറൻസിയിൽ വാങ്ങാൻ പറ്റി. രണ്ട്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടി. അതെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൗദിയുടെ മുന്നിൽ ഒരു ബാർഗെയിൻ വെക്കാം. നമുക്ക് റഷ്യൻ ഈ വിലയ്ക്ക് കിട്ടും, നമുക്ക് ഡോളർ വേണമെന്നില്ല. അപ്പം സൗദിയും തത്വത്തിൽ പെട്രോ ഡോളറിന് പകരം അതത് രാജ്യങ്ങളുടെ കറൻസി വേണേൽ ഉപയോഗിക്കാമെന്നൊരു സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. പെട്രോ ഡോളർ ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ള ഒരു നിലപാടൊക്കെ വന്നു. പക്ഷേ അമേരിക്ക സമ്മതിക്കത്തില്ല. ഡോളർ വിനിയോഗം ലോകത്ത് നിന്ന് ആര് മാറ്റാൻ ശ്രമിച്ചാലും അവിടെ യുദ്ധമാണ് ഫലം. കാരണം അമേരിക്കയുടെ ഡോളർ വേണം ലോകത്തെമ്പാടുമുള്ള
ട്രേഡിനെ നിയന്ത്രിക്കാൻ. വിനിമയ നാണ്യം എന്നുള്ള അമേരിക്കയുടെ വാശിയാണ്. അതുകൊണ്ടാണ് ഡോളർ അങ്ങനെ പവർഫുള്ളായി നിൽക്കണം. അതാണ് അമേരിക്കയുടെ കരുത്ത്. ഇപ്പൊ അമേരിക്ക പറയുന്ന അനുസരിച്ച് റഷ്യയുമായിട്ടുള്ള ആ എണ്ണ വ്യാപാരത്തിൽ നമ്മൾ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മളൊന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാൻ നമ്മൾ ഇറാഖുമായിട്ട് കുറച്ച് ബന്ധം കൂടുതലുണ്ട്. സൗദിക്ക് അത് നിർത്തണം, അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം, അല്ലേ, ശക്തമാക്കണം. അപ്പോൾ ഏതായാലും ഇത് വലിയ തരത്തിൽ അപ്പോൾ നമ്മളിപ്പോൾ വിലപേശൽ നമുക്ക് റഷ്യൻ വിലയ്ക്ക് കിട്ടാറുണ്ട്. റഷ്യൻ നമ്മൾ മേടിക്കുന്നതിന് അമേരിക്കയ്ക്കും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് കുറച്ച് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത MBS എന്ന് പറഞ്ഞാൽ അവിടെ നടക്കും. ഏതായാലും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ ചർച്ച, ജിദ്ദയിൽ നടക്കുന്ന ചർച്ച എത്രമാത്രം ആശാവഹമായിരിക്കും എന്നതിൻ്റെ സൂചന ഇപ്പം തന്നെ കിട്ടി. അല്ലെങ്കിൽ സാധാരണ ഒരു പ്രധാനമന്ത്രി വരുന്നത് പോലെ അവിടെ ജിദ്ദയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു, അവിടെ സ്വീകരിക്കുന്നു, അത്രയും മതിയായിരുന്നു. എന്തുകൊണ്ടാണ് ട്രംപ് വന്നപ്പോൾ പോലും കൊടുക്കാതിരുന്ന തരത്തിലുള്ള ഒരാകാശ സ്വീകരണമൊരുക്കി MBS മോദിയെ സ്വീകരിച്ചത് എന്നത് ലോകരാജ്യങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ മോദി എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ഇവിടെ ചില ആളുകൾ ഇങ്ങനെ അപഹസിച്ച് പറയുന്ന നരേന്ദ്രമോദിക്ക് ലോകരാജ്യങ്ങളുടെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് മോദിയുടെ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ കളിയാക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. കാരണം പുള്ളി ഇപ്പോൾ ശരീരത്ത് പ്രകാരം അല്ല പ്രവർത്തിക്കുന്നതാണ് ഇവിടെ പരാതി. പണ്ടങ്ങനെയായിരുന്നു അത്. പക്ഷേ മക്കയും മദീനയുമുള്ള രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരി മോദിയെ എത്രമേൽ പ്രിയപ്പെട്ടവനായി കാണുന്നു എന്ന് കാണുമ്പോൾ ഇവിടെ ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. സൗദി ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിസ നിരോധിച്ച കൂട്ടത്തിൽ ഇന്ത്യയുടെ പേരും കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് മോദി വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യക്കുള്ള വിസ കൊടുക്കുന്നതും ഹജ്ജ് പോർട്ടൽ വീണ്ടും ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഹജ്ജിന് പോകാനുള്ള സൗകര്യങ്ങൾ വീണ്ടും ആരംഭിച്ചു. കാരണം ഇവിടെ ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് സൗദി പോയിട്ട് അവിടെ പോയി മക്കയിലും മദീനയ്ക്ക് പോകുന്നു, അവിടെ തിരക്കുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും വിട്ടുപോയി. അതിപ്പോൾ ലിഫ്റ്റ് ചെയ്തു. മോദി വരുന്നതിന് തൊട്ട് മുമ്പ് അതും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾക്ക് മോദിയെ ഇഷ്ടമല്ലെങ്കിലും ആഗോള ഇസ്ലാമിൻ്റെ തലസ്ഥാന രാജ്യത്ത് മോദി ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ നേതാവാണ് എന്നുള്ളത് ഇവിടെയുള്ള ആളുകളുടെ കണ്ണിപ്പെടത്തില്ല. ഏതായാലും നമുക്ക് അങ്ങേയറ്റം അഭിമാനവും രോമാഞ്ചവും ഉണ്ടാക്കും. നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയുടെ ആകാശത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അകമ്പടി പോകാൻ സൗദിയുടെ യുദ്ധവിമാനങ്ങൾ വരികയും അദ്ദേഹത്തെ ആഘോഷപൂർവ്വം ആനയിച്ചു കൊണ്ടുവന്നാണ് ആ വിമാനത്താവളത്തിലേക്ക് ഇറക്കിയത്. ശരിക്കും ആകാശത്ത് കിട്ടിയത് സൗദി അറേബ്യയുടെ എയർഫോഴ്സിൻ്റെ ഒരു ഗാർഡ് ഓഫ് ഓർഡറാണ്, അല്ലേ? കരയിലിറങ്ങുമ്പോൾ സൈന്യം കൊടുക്കുന്നതിന് തുല്യമാണ്. ആകാശത്ത് വെച്ച് ഗാർഡ് ഓഫ് ഓർഡർ നൽകി നരേന്ദ്രമോദിയെ സ്വീകരിച്ചിരിക്കുന്നു സൗദി അറേബ്യ എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനാണെങ്കിൽ അഭിമാന പുളകിതരാക്കുന്ന വസ്തുതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.